അറഫയിലെ അറഫ ഈസ്റ്റ് ഹോസ്പിറ്റലിന് മുമ്പിലാണുള്ളത്. ഞാനും ബഹുമാന്യനായ സൗദി KMCCയുടെ അജിസലിൻ്റെ ജനറൽ കൺവീനർ മുജീബ് പൂക്കോട്ടൂരും. അറഫയിൽ 2 ഹോസ്പിറ്റലുകളാണ് പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളുള്ളത്. അറഫ ജബലുമർ ഹോസ്പിറ്റലും ജബലുർ റഹ്മ ഹോസ്പിറ്റലും അതുപോലെ തന്നെ അറഫ ഈസ്റ്റ് ഹോസ്പിറ്റലും. നമുക്കറിയാം, ഒരുപാട് ഹാജിമാർ ഈ ഹജ്ജിന് ശേഷം മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അറഫ ഹോസ്പിറ്റലുകളിൽ ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി അറഫ ഹോസ്പിറ്റലിലെ രോഗികൾ കിടക്കുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ മോർച്ചറികളും നമ്മൾ വിസിറ്റ് ചെയ്തു. അറഫ ഹോസ്പിറ്റലിൽ 2 മലയാളികളെ നമുക്ക് ജബലുൽ റഹ്മ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചു. ഒരു കാസർഗോഡ് സ്വദേശിയും ഒരു പെരുമ്പാവൂർ സ്വദേശിയും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അറഫ ഈസ്റ്റ് ഹോസ്പിറ്റലിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഹജ്ജുമ മുംതാസ് ബീഗം എന്ന ഹജ്ജുമയെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ബോഡികളൊക്കെ ഉള്ളത് മുഅസ്സിം തല്ലാജിലാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് പറയാനുള്ളത് മറ്റൊരു വിഷയങ്ങളൊക്കെ കൂടുതലായി മുജീബ് സാഹിബിനോട് സംസാരിക്കും. എനിക്ക് പറയാനുള്ളത്, നാട്ടിൽ നിന്ന് നിരവധി കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മിസ്സിംഗ് കേസിൻ്റെ അടിസ്ഥാനത്തിൽ. മിസ്സിംഗ് കേസുകളെക്കുറിച്ച് നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. കൂട്ടം തെറ്റിപ്പോയ ഹാജിമാർ, അതുപോലെ തന്നെ കല്ലെറിയാൻ പോയപ്പോൾ മിസ്സായ ഹാജിമാർ, അതുപോലെ തന്നെ ഹറമിലേക്ക് തവാഫ് ചെയ്യാൻ പോയപ്പോൾ മിസ്സായ ഹാജിമാർ, ഇവരുടെ ബന്ധുക്കളാരും തന്നെ ഭയപ്പെടേണ്ടതില്ല. ഇന്ന് പകുതിയോളം ഹാജിമാർ മിന വിട്ട് അവർ അസീസിയിൽ താമസിക്കുന്ന താമസ സ്ഥലത്തേക്ക് മടങ്ങും. അതുപോലെ തന്നെ ബാക്കി നാളെ വൈകുന്നേരത്തിന് മുമ്പായിട്ട് മുഴുവൻ ഹാജിമാരും മീന വിടും. ഈ മീന വിടുന്നതോടുകൂടി നമ്മളെ വളണ്ടിയർമാർ എല്ലാ സ്ഥലങ്ങളിലും സെർച്ച് ചെയ്ത് ഈ മിസ്സായ കേസുകൾ മുഴുവൻ കണ്ടെത്തി അവർ താമസിക്കുന്ന താമസ സ്ഥലത്തേക്ക് എത്തിക്കുമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ആരും ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ടതില്ല. മുഴുവൻ മിസ്സായ കേസുകളും ഇൻഷാ അല്ലാഹ് 2 ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്ത് ക്ലിയറാകും. ഇനി മറ്റ് മരണപ്പെട്ട കാര്യങ്ങളും മക്കയിലെ മറ്റു ഹോസ്പിറ്റലിലുള്ള രോഗികളുടെ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട മുജീബ് സാഹിബ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മളുള്ളത് അറഫയിലെ ഈസ്റ്റ് അറഫ ഹോസ്പിറ്റലിലാണ്. ഈ ഹോസ്പിറ്റലിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി പല സമയങ്ങളിലായിട്ട് ഞങ്ങൾ വിസിറ്റ് ചെയ്തു. അപ്പോഴൊന്നും നമുക്ക് മലയാളികളായിട്ടുള്ള 2 പേരെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവരെ ഡിസ്ചാർജ് ചെയ്തു, അവരെ റൂമുകളിൽ എത്തിക്കുകയും പിന്നീട് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയിട്ട് കണ്ണൂർ സ്വദേശിനിയുടെ ഖൈറുനിസ എന്നവരുടെ മയ്യത്ത് ഇവിടെ വെച്ച് കാണുകയും ഇവരിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇവിടുന്ന് മരണപ്പെടുകയും ഈ അനന്തര നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ആ മയ്യത്തുകൾ ഏറ്റുവാങ്ങി ഇന്ന് സുബയോട് കൂടി ആ മയ്യത്ത് കബറടക്കും. ആ മയ്യത്ത് ഇപ്പോൾ ഉള്ളത് മക്കയിലെ മുഹാജിരീനിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് മകൻ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അതിന് നടപടിക്രമങ്ങളെല്ലാം പെട്ടെന്ന് തീർത്ത് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് സുബയോട് കൂടി അത് മറവ് ചെയ്യും. ഇനി 12ഓളം മയ്യത്തുകളാണ് മലയാളികളുടേതായിട്ട് തിരിച്ചറിഞ്ഞത്. അത് മക്കയിലെ വിവിധ ഹോസ്പിറ്റലുകളിലാണ്. ഏറ്റവും കൂടുതലുള്ളത് മക്കൾക്ക് മീനയിലുള്ള മുഅസ്സിം തല്ലാജിലാണ്. അവിടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനേകം ആളുകളുടെ മയ്യത്തുകൾ ഉള്ളതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതും 1-2 ദിവസത്തിനകം അത് പൂർത്തീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മക്കയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ നൂർ ഹോസ്പിറ്റലിൽ, അതുപോലെ തന്നെ ഷിഷ കിങ് ഫൈസൽ ഹോസ്പിറ്റൽ, കിങ് അബ്ദുൽ അസീസ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും മയ്യത്തുകൾ ഉള്ളതായിട്ട് നമുക്ക് ബന്ധപ്പെട്ട ആളുകൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവിടെയും അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള അതിനുള്ള ചുറ്റുപാടിലാണ് ഞങ്ങളുള്ളത്. ഏതായാലും മറ്റ് ബന്ധപ്പെട്ട ആളുകളൊന്നും ഒരു കാരണവശാലും ഈ ഒരുപാട് സെർച്ചിങ് ചെയ്തുകൊണ്ട് അതിൽ ഒരുപാട് ആളുകളുടെ കാണാതായിട്ടുള്ള വിവരങ്ങൾ, മിസ്സിംഗ് കേസുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഇന്ന് പകുതിയോളം ഹാജിമാർ മീന താഴ്വാരം ആദ്യത്തെ ഏറ് കഴിഞ്ഞുകൊണ്ട് ഇന്ന് പുറത്തു വരുന്നുണ്ട്. നാളത്തോട് കൂടിയിട്ട് മുഴുവൻ ഹാജിമാരും പുറത്തു വരുന്നതോട് കൂടിയാണ് ഏതൊക്കെ ഹാജിമാരാണ് മിസ്സിംഗ് ഉള്ളത്, ആരൊക്കെയാണ് കാണാതായിട്ടുള്ളത് എന്നുള്ളത് നാളെയോട് കൂടിയാണ് കൂടുതൽ ചിത്രങ്ങൾ തെളിയുക. അതോടുകൂടി വിവിധ ഹോസ്പിറ്റലുകളിലുള്ള കണക്കുകളും ലഭിക്കുന്നതോട് കൂടിയിട്ട് ആശങ്കകൾക്കെല്ലാം വിരാമമാകും. ഒരു കാരണവശാലും ആരും ആശങ്കപ്പെടേണ്ടതില്ല. നമ്മുടെ KMCCയുടെ പ്രവർത്തകന്മാർ വിവിധ ഹോസ്പിറ്റലുകൾ സെർച്ച് ചെയ്തുകൊണ്ട് ഏതൊക്കെ ഹോസ്പിറ്റലുകളാണ്, ആരൊക്കെയാണ് രോഗികളായി കിടക്കുന്നത്, ആരൊക്കെയാണ് മരിച്ചതെന്നുള്ള തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ രേഖകൾ തയ്യാറാക്കുന്ന നടപടിക്രമങ്ങളാണ് ഞങ്ങളൊക്കെ ഉള്ളത്. ഒരിക്കൽ കൂടി പറയുകയാണ്, മിസ്സിംഗ് ഉള്ള ആളുകളെ പറ്റി ആരും വേവലാതിപ്പെടേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് നാളത്തോട് കൂടിയിട്ട്, നാളത്തെ അവസാനത്തെ ജംറയിൽ ഏറും കഴിഞ്ഞ് മീന വിടുന്നതോടു കൂടി കൂടുതൽ ചിത്രങ്ങൾ വ്യക്തമാകും എന്ന് കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. 3 ഹോസ്പിറ്റലുകളാണുള്ളത്. ഒന്ന് മീന ജിസർ ഹോസ്പിറ്റൽ, മീന എമർജൻസി ഹോസ്പിറ്റൽ, മീന വാദി ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിൽ ഒട്ടനവധി ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ മിനയിൽ നിന്ന് മുഴുവൻ ഹാജിമാരും പോരുന്നതുകൂടി ആ ഹോസ്പിറ്റലുകൾ മാത്രം ആയിരിക്കും അവിടെ മിനയിൽ പ്രവർത്തിക്കുക. ആ സമയത്ത് നമ്മുടെ വളണ്ടിയർമാർ ഈ 3 ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് സെർച്ച് ചെയ്യുകയും അവിടെ കിടക്കുന്ന രോഗികളുടെ ലിസ്റ്റ് എടുത്തുകൊണ്ട് അതിൽ മലയാളികളായിട്ടുള്ള ആളുകളും മറ്റിന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ലിസ്റ്റ് എടുത്ത് നമ്മുടെ എംബസിക്കും അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കൊക്കെ കൈമാറുന്നതാണ്. അതുപോലെ തന്നെ മക്കയിലെ മുസ്തഫ നൂർ ഹോസ്പിറ്റൽ, കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ, ഷിഷ ഹോസ്പിറ്റൽ,
സാഹിർ ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലുകളിലൊക്കെ കിടക്കുന്ന ഒരുപാട് ഹാജിമാരുണ്ട്. ഇവരുടെയൊക്കെ ലിസ്റ്റുകൾ എടുത്ത് നമ്മൾ നാളെ ഇൻഷാ അല്ലാഹ് നാളത്തെ വൈകുന്നേരത്തിന് ശേഷം ഔട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആളുകൾ മിസ്സായതിൻ്റെ പേരിൽ ആരും ആശങ്കപ്പെട്ട് അവർ കാണാനില്ല എന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്കറിയാം ലക്ഷോപലക്ഷം ഹാജിമാരാണ്, 25 ലക്ഷം രേഖകളുള്ള ഹാജിമാരും അതിലേറെ ഇവിടെ താമസിക്കുന്ന ആളുകളുമായിട്ട് ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾക്കിടയിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിഭ്രാന്തിയിൽ പ്രായം ചെന്ന ആളുകളാകുമ്പോൾ എവിടെയെങ്കിലും കിട്ടിയ സ്ഥലത്ത് ഇരിക്കുകയും അവിടെ ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെടാൻ മൊബൈൽ ചാർജ് ഇല്ലാതൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റാതെ, മൊബൈലിൽ വിളിക്കാൻ പറ്റാതെ, വിവരങ്ങൾ അറിയിക്കാൻ പറ്റാതൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള മിസ്സിംഗ് കേസുകളല്ലാതെ വേറെ ഒന്നും ആരും ഭയപ്പെടേണ്ടതില്ല. ഒരുപാട് കോളുകൾ നാട്ടിൽ നിന്ന് നിരന്തരം, അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ GCC കൺട്രികളിൽ നിന്നൊക്കെ അവരുടെ ബന്ധുക്കൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്, നാളെ വൈകുന്നേരം കഴിയുന്നതോടുകൂടി ഒരു ഒട്ടുമിക്ക മിസ്സിംഗ് കേസുകളും എല്ലാ ഹോസ്പിറ്റൽ കേസുകളും ഇൻഷാ അല്ലാഹ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക, നിങ്ങളൊക്കെ പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.